നമസ്കാരം. ഹിസ്റ്ററി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അതായത് ഒരു ആശുപത്രികളിലും ആശുപത്രി കെട്ടിടങ്ങൾക്കുള്ളിൽ ഒരുത്തൻ പോലും കൊടി വെച്ചുകൊണ്ട് അവരുടെ രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടി ഈ പറയുന്ന കെട്ടിടങ്ങളെയും ആശുപത്രി പരിസരത്തെയും ഉപയോഗിക്കാൻ പാടില്ല. ഇത് ആരോഗ്യമന്ത്രിയുടെ കർശന നിർദ്ദേശമാണ്. ഇത് തെറ്റിക്കുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകുമെന്ന് ഇതിനാൽ അറിയിച്ചു കൊള്ളുന്നു. ഇതൊരു തീട്ടൂരമാണ്. നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരൻ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഹൃദയപൂർവ്വം എന്ന് പറയുന്ന പദ്ധതി പ്രകാരം അന്നാട്ടിൽ സാധാരണക്കാരായ ആൾക്കാർക്ക് ഉച്ചഭക്ഷണം കൊടുക്കുന്ന പദ്ധതിക്കായി എത്തിയ DYFI പ്രവർത്തകരോട് ആഹ്വാനം ചെയ്ത അല്ലെങ്കിൽ അവർക്ക് നൽകിയ ഒരു മുന്നറിയിപ്പാണ്. പക്ഷേ ആദ്യഘട്ടത്തിലൊക്കെ നമുക്ക് കേട്ടവർക്ക്, അതായത് കോൺഗ്രസ്സുകാരായിട്ടുള്ള യൂത്ത് കോൺഗ്രസ്സുകാരായിട്ടുള്ള പണിയെടുക്കാതെ കാശുണ്ടാക്കുന്ന അത്തരം ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രോമാഞ്ച കഞ്ചുകമുണ്ടായി. അവർ ഈ പറയുന്ന പോലെ രോമാഞ്ചത്താൽ നിറഞ്ഞു. കാരണം എന്താ, തങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്ത ഒരു പദ്ധതി ഈ നാട്ടിൽ ഒരുത്തനും ചെയ്യണ്ട, ഞങ്ങൾ ചെയ്യാത്ത ഒരു കാര്യം ഈ നാട്ടിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും ചെയ്യണ്ടെന്നേ. എന്താ, ഈ പറയുന്ന യൂത്ത് കോൺഗ്രസ്സുകാരെ കൊണ്ട് ഒരു നേരത്തെ ഒരു പറ്റരി എടുത്ത് കൊടുക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. അവരെ കൊണ്ട് അതിനൊന്നും പറ്റില്ല, അവരെ കൊണ്ട് പറ്റുന്ന പണി വേറെ ചിലതാണെന്ന് അവരിൽ പല നേതാക്കന്മാരും തെളിയിച്ചു കഴിയുകയും ചെയ്തു. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ DYFIക്കാർ കൊടുക്കുന്നത് തെറ്റാണ്. അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് വലിയൊരു കയ്യടി കൊടുക്കാം. ഇത് മാത്രമല്ല, ഈ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ സേവാഭാരതിക്കാർ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ വളരെ കാലമായി കഞ്ഞി കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഒരു ഭക്ഷണം കൊടുക്കുന്നത് ഏത് സംഘടനയാണെങ്കിലും നല്ലത് തന്നെ നമ്മൾ പറയണം. സേവാഭാരതിക്കാർ കഞ്ഞി കൊടുക്കുന്നു. ഈ സേവാഭാരതിക്കാർ കഞ്ഞി കൊടുക്കുന്നത് അല്ലെങ്കിൽ അതിനുവേണ്ടി കെട്ടിയിരിക്കുന്ന ഷെഡ് അവിടെ ഒരു വലിയ തടസ്സം സൃഷ്ടിക്കുന്നു എന്ന് SDPIക്കാർ പരാതി ഉയർത്തി എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ഷെഡ് പൊളിച്ചു നീക്കണമെന്നും അതിന് സൂപ്രണ്ടിൻ്റെ അടുത്തേക്ക് SDPIക്കാർ ആലപ്പുഴയിൽ ഒരു വലിയ സമരം സംഘടിപ്പിക്കുകയും ചെയ്തു. ഈ സമരം കണ്ട് വിരളി പൂണ്ടിട്ടാണ് ജനകീയ സ്വതന്ത്രൻ എന്ന പേരെടുത്തിരിക്കുന്ന നമ്മുടെ G. സുധാകരൻ വലിയ വിവാദമുണ്ടാക്കി ഈ പറയുന്ന ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ സർക്കാരല്ലാതെ വേറെ ഒരാളും അവിടെ ഫുഡ് കൊടുക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ ഒരു വിവാദ പ്രസ്താവന ഇറക്കുന്നു. ഈ പ്രസ്താവന ഏറ്റുപിടിച്ചുകൊണ്ടാണ് അറിവും പക്വതയും പരിജ്ഞാനവും നർമ്മബോധവും എല്ലാമുള്ള കെ മുരളീധരൻ എന്ന് പറയുന്ന ആരോഗ്യവകുപ്പ് മന്ത്രി ഈ രീതിയിൽ പറഞ്ഞത്. ശരി, ആരോഗ്യവകുപ്പ് മന്ത്രി ഇറക്കിയ തീട്ടൂരമല്ലേ, അനുസരിച്ചേക്കാം എന്ന് കരുതി അങ്ങനെ നിൽക്കുമ്പോഴാണ് പുനലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് ഒന്ന് പോകേണ്ടി വന്നത്. പുനലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് ചെല്ലുമ്പോഴാണ് സൂപ്രണ്ടിൻ്റെ വാതിലിൽ ഭയങ്കര ബഹളം കേൾക്കുന്നു. ആ ബഹളം എന്ന് വെച്ചാൽ ഒരു മുദ്രാവാക്യമാണ്. ധീരാ വീര നേതാവേ ധീരതയോടെ നയിച്ചോളൂ ഞങ്ങളുടെ സ്വന്തം ആരോഗ്യമന്ത്രി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉച്ചത്തിലുള്ള ഒരു മുദ്രാവാക്യം വിളിക്കുന്നു. സൂപ്രണ്ടിൻ്റെ മുന്നിലാണ്, സൂപ്രണ്ടിൻ്റെ ഓഫീസിൻ്റെ മുന്നിൽ. അവിടെ താലൂക്ക് ആശുപത്രിയാണ്, സ്വാഭാവികമായും അവിടേക്ക് വന്നെത്തുന്ന നിരവധി രോഗികൾ ഡോക്ടറെ കാണാൻ വേണ്ടി കാത്തുകെട്ടി കിടക്കുകയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ടോക്കണൊക്കെ എടുത്ത് OP ടിക്കറ്റൊക്കെ എടുത്ത് അവർ കാത്തിരിക്കുക. നമുക്കറിയാം താലൂക്ക് ആശുപത്രിയിലേക്ക് രോഗികളുടെ എണ്ണത്തിലുണ്ടാകുന്ന വർധനവിനെ കുറിച്ചൊക്കെ നല്ല ബോധ്യമുള്ളവരാണ് നമ്മൾ മലയാളികൾ. അവിടെ എത്തുന്നവർക്ക് ക്ഷമയുടെ നെല്ലിപ്പല കാണേണ്ട ഒരു അവസ്ഥയുണ്ട് ശരിക്കും പലപ്പോഴും. അങ്ങനെ അവിടെ കാത്തുകെട്ടിയിരിക്കുന്ന രോഗികളുടെ മുന്നിൽ പലതരത്തിലുള്ള രോഗബാധിതരായ ആളുകൾ അവിടെയുണ്ട്. അവരുടെ മുന്നിൽ, സൂപ്രണ്ടിൻ്റെ മുന്നിലാണ് ഇത്രയും വലിയ ഒരു മുദ്രാവാക്യം, ധീരാ വീര നേതാവേ ധീരതയോടെ നയിച്ചോളൂ മുരളിയേട്ട സിന്ദാബാദ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ എണ്ണം അവിടെ കിടന്നുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്നു. ആർക്ക് വേണ്ടിയിട്ടാണ്? നമ്മുടെ മുരളിയേട്ടന് വേണ്ടിയിട്ട് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അവിടുത്തെ NGO, അതായത് UDFൻ്റെ അനുകൂല സംഘടന അവിടെ മുദ്രാവാക്യം വിളിക്കുക. എന്താണ്? ഇത്രയും പോരാടി ജയിച്ച് ഇവിടെ ആരോഗ്യവകുപ്പ് മന്ത്രിയായി ഞങ്ങളുടെ മുന്നിൽ എത്തി നിൽക്കുന്ന ഞങ്ങളുടെ സ്വന്തം മുരളിയേട്ടന് അഭിവാദ്യങ്ങൾ അർപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കമായിരുന്നു ആ നടന്നത്. അങ്ങനെ വന്നപ്പോൾ ഈ മുരളിയേട്ടൻ എന്ത് ചെയ്തു? അവർ കൊടുത്ത ഷാള് നാണമില്ലാതെ വാങ്ങിച്ച് കഴുത്തിലിട്ടു. അപ്പോൾ മുരളിയേട്ടന് തോന്നിയില്ലേ അവിടെ കൊടി പിടിക്കാൻ പാടില്ല എന്ന്? കൊടി പിടിച്ചുള്ള സമരങ്ങൾ ഇവിടെ ഈ ആശുപത്രി വളപ്പിൽ പാടില്ല എന്ന് അവരുടെ മുഖത്ത് നോക്കി പറയാൻ എന്തുകൊണ്ടാണ് നട്ടല്ലില്ലാതെ പോയത് കെ മുരളീധരൻ എന്ന് പറയുന്ന നേതാവിന് അല്ലെങ്കിൽ മന്ത്രിക്ക്? അവിടെ അതും ആശുപത്രി കെട്ടിടത്തിനകത്ത് രോഗികൾ ഡോക്ടർമാരെ കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന സൂപ്രണ്ടിൻ്റെ മുറിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഉച്ചത്തിൽ രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിൽ മുദ്രാവാക്യം വിളിച്ചപ്പോൾ മുരളിയേട്ട നിങ്ങളുടെ നാവ് എന്താ അണ്ണാക്കിലേക്ക് ഇറങ്ങിപ്പോയോ എന്ന് ആരെങ്കിലും ചോദിക്കും. അപ്പോൾ നിങ്ങൾ അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല, അല്ലെങ്കിൽ അത് പാടില്ല എന്ന് പറഞ്ഞില്ല. അതേസമയം പാവപ്പെട്ട രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും ഒരു നേരത്തെ ആഹാരം DYFIയുടെ കൊടി പിടിച്ച് അല്ലെങ്കിൽ കൊടി വെച്ചുകൊണ്ട് കൊടുത്താൽ അത് അക്ഷന്തവ്യമായ അപരാധമായി മാറുന്നു. ഇരട്ടത്താപ്പ് കൊള്ളാം എൻ്റെ മുരളിയേട്ട എന്ന് പൊതുജനം പറയും. പൊതുജനം കഴുതയല്ല എന്നുള്ള കാര്യം മുരളിയേട്ടൻ എന്ന് ഓർക്കുന്നത് നന്നായിരിക്കുമെന്ന് തോന്നുന്നു. അപ്പോൾ എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞ് മുരളിയേട്ടൻ നാണമില്ലാതെ ഷാളും മേടിച്ച് തോളിൽ അണിഞ്ഞുകൊണ്ട് സ്വന്തം കാറിൽ കയറി അവിടെ നിന്ന് യാത്ര തിരിച്ചു തിരുവനന്തപുരത്തേക്ക്.
എന്നിട്ട് ഈ സംഭവത്തെക്കുറിച്ച് ചില മാധ്യമപ്രവർത്തകർ ചോദിച്ചു, അത് കാണിച്ചത് ശരിയായോ എന്ന് ചോദിച്ചു. അത് ശരിയായ നടപടി അല്ലല്ലോ കാണിച്ചത്. കാര്യം ഭക്ഷണം കൊടുക്കാൻ പാടില്ല കൊടി വെച്ചിട്ട് എന്ന് പറഞ്ഞ ആരോഗ്യവകുപ്പ് മന്ത്രി ഇമാതിരി തോന്നിവാസത്തിന് കുടപിടിച്ചു കൊടുക്കുന്ന സമീപനമല്ലേ കാട്ടിയതെന്ന് ചില മാധ്യമപ്രവർത്തകർ ചോദിക്കും. സ്വാഭാവികം. അതിന് മറുപടി എന്നോണം അദ്ദേഹം പറഞ്ഞൊരു ന്യായീകരണം, സത്യം പറഞ്ഞാൽ കേട്ടാൽ അറച്ചു പോകുന്ന ഒരു ന്യായീകരണം. എന്താണ് പറഞ്ഞത്? ഞങ്ങൾ അങ്ങനെയല്ല, അവിടെ കുറേ പ്രവർത്തകർ പുറത്ത് നിപ്പുണ്ടായിരുന്നു, ആശുപത്രിയുടെ പുറത്ത് കുറച്ചധികം ആൾക്കാർ നിപ്പുണ്ടായിരുന്നു. അവർ മഴ പെയ്തപ്പോൾ ആശുപത്രി കെട്ടിടത്തിനുള്ളിലേക്ക് ഓടിക്കയറിയതാണത്രേ. ശരി, അങ്ങനെ ഓടിക്കയറിയവരാണെങ്കിൽ കൊടിയും പിടിച്ചുകൊണ്ട് സൂപ്രണ്ടിൻ്റെ മുറിയുടെ മുന്നിൽ നിന്ന് എന്തിനാണ് മുദ്രാവാക്യം മുഴക്കിയത്? അങ്ങനെ മഴയത്ത് ഓടിക്കയറിയവരാണെങ്കിൽ എന്തുകൊണ്ട് മുരളിയേട്ടാ പറയാൻ മേലായിരുന്നു, നിങ്ങളിത് ചെയ്യാൻ പാടില്ല, ഇത് നിങ്ങളിവിടെ ആവർത്തിക്കരുത്, നിങ്ങൾ എന്നെ അഭിവാദ്യം ചെയ്യുകയോ എന്നെ അനുമോദിക്കുകയോ ഇതിന് പുറത്ത് വെച്ചായിക്കോ, നിങ്ങൾ പന്തലിടുകയോ ഷെഡ് കെട്ടുകയോ എന്തോ വെച്ചാൽ എന്നെ അങ്ങോട്ട് വിളിച്ചോ, ഞാൻ അങ്ങോട്ട് വന്നേക്കാം എന്ന് പറയാൻ തീരുന്ന പ്രശ്നമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. മേലെ ഇത് ആവർത്തിക്കരുത് നിർദ്ദേശം കൊടുത്തു എന്ന് അങ്ങ് പറയുന്നതേ ഉള്ളൂ. പക്ഷേ ദൃശ്യങ്ങളിൽ അങ്ങ് അവർ തന്ന ഷാള് വാങ്ങി കഴുത്തിലിട്ട് നിൽക്കുന്ന ഉണ്ടല്ലോ. അപ്പം കെ മുരളീധരൻ എന്ന് പറയുന്ന ആരോഗ്യവകുപ്പ് മന്ത്രി, നിങ്ങളുടെ വാക്കിന് എന്താണ് വില ഈ നാട്ടിൽ? സ്വന്തം പാർട്ടിക്കാർക്ക് അടുപ്പിലുമാകാം, പക്ഷേ മറ്റു പാർട്ടിക്കാർക്ക് അതിൻ്റെ പുറത്ത് പോലും പാടില്ല, അല്ലെങ്കിൽ ബാത്റൂമിൽ പോലും പാടില്ല എന്ന് പറയുന്ന നാണംകെട്ട സമീപനമല്ലേ മുരളീധരൻ എന്ന് പറയുന്ന ഈ മന്ത്രി ഇപ്പം നമ്മുടെ മുന്നിൽ കാണിച്ചു തരുന്നത്? ഇത് എന്ത് തരം ഉദാഹരണമാണ്? എല്ലാം അച്ചടക്കമെങ്കിൽ അച്ചടക്കം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ബാധ്യതയുണ്ട്. ത്രിവർണ്ണപത അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ മൂവർണ്ണക്കൊടിയും പിടിച്ചുകൊണ്ട് വരുന്നവർക്ക് ഏത് ആശുപത്രിയിലും ICU യൂണിറ്റിനകത്ത് പോലും കൊടി പിടിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിക്കാമെന്ന് പറയുന്നത് ഏത് നാട്ടിലെ നിയമമാണ് സർ? ഏത് നാട്ടിലാണ്? നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമാക്കണമെന്നേ. ആശുപത്രി കെട്ടിടത്തിനകത്ത് മുദ്രാവാക്യം വിളിക്കാൻ പാടില്ല, നിർത്തിനടാ എന്ന് പറയാനുള്ള ചങ്കുറപ്പ് കാണിക്കണമായിരുന്നു കെ മുരളീധരൻ. പക്ഷേ അതുണ്ടായില്ല. അതിന് പകരം അവർ തന്ന ഷാള് മേടിച്ചിട്ടു. എന്നിട്ട് അടുത്ത ദിവസം ഉളുപ്പില്ല, ന്യായീകരിക്കാനും വേണം സർ ഒരു ഉളുപ്പ്. എന്താണ്? മഴ പെയ്തപ്പോൾ ഓടിക്കേറിയതാണെന്ന്. മഴ പെയ്തിട്ട് ഓടിക്കേറുന്നവർ എന്തിനാണ് സർ അതിനകത്ത് നിന്ന് മുദ്രാവാക്യം വിളിക്കുന്നത്? മഴ പെയ്തിട്ട് ഓടിക്കേറുന്നവർ എന്തിനാണ് കൊടി ഉയർത്തിയെന്ന് മുദ്രാവാക്യം വിളിച്ചത്? ഇതൊക്കെ ചോദിക്കേണ്ടതല്ലേ? മഴയത്ത് കയറി വന്നവർ നിങ്ങൾ എന്തിനാണ് ഇമാതിരി തോന്നിവാസം ഒരു ആശുപത്രിക്കകത്ത് നടത്തുന്നത് എന്ന് ചോദിക്കാനുള്ള സാമാന്യ മര്യാദ അങ്ങേക്ക് ഉണ്ടാകേണ്ടതല്ലേ? എന്നിട്ടും അതുണ്ടായില്ല എന്നുള്ളതാണ് അങ്ങയെ സംബന്ധിക്കുന്ന ഏറ്റവും വലിയ പരാജയം. ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്താ? കെ മുരളീധരൻ എന്ന് പറയുന്ന ഒരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങ് ഏറ്റവും വലിയ പരാജയമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയല്ലേ? അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.